അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ യേശു ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്ന 3 അത്ഭുതങ്ങളെ ലൂക്കോസ് വിവരിക്കുക. ഒന്നാമത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒരു ചെറുമീനെ പോലും കിട്ടാതെ ശൂന്യമായവൻ്റെ പടക് വാക്കുകൾ കൊണ്ട് തമ്പുരാൻ നിറച്ചു. 2, രോഗത്താൽ നിറയപ്പെട്ട ഒരുവൻ്റെ രോഗത്തിൻ്റെ മേൽ വ്യാപരിച്ച ദുഷ്ടശക്തിയുടെ കൈ അവൻ്റെ മേൽ എടുത്തു മാറ്റിയിട്ട് തമ്പുരാൻ്റെ കൈ അവൻ്റെ മേൽ വെച്ച് അവനെ സൗഖ്യമാക്കി. 3-ാമത്തേത് കിടക്കയോട് ചേർത്ത് ബന്ധിച്ചവൻ്റെ കെട്ട് പൊട്ടിച്ച് ആ കട്ടിലെടുപ്പിച്ചവനെ നടത്തിച്ചു. ഈ 3 അത്ഭുതമാണ് 5-ാം അധ്യായത്തിൻ്റെ വിവരണം. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് 1-ാമത്തെ ഭാഗം ഞാൻ ഒത്തിരി വിവരിക്കുന്നില്ല, പക്ഷെ ഒന്ന് തൊട്ടേച്ച് ഞാൻ പോരാ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശൂന്യതകളെയും എൻ്റെ ദൈവത്തിന് ഇടപെടാൻ പറ്റും. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും മാറ്റാൻ വയ്യാത്ത ശൂന്യത നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. കർത്താവ് ഇടപെട്ടാൽ ആ ശൂന്യത മാറും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നിന്റെ ശൂന്യത മാറാൻ സമയമായി. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, യേശു വള്ളത്തെ കയറി വെച്ച് വള്ളത്തിന് കെട്ടുണ്ട്, അറബിക്കെട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, കൂടോത്രമുണ്ട്, മന്ത്രവാദം ഉണ്ടോ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, എവിടെ നീ തല കുനിച്ചു അവിടെ തന്നെ നിന്നെ മാനിക്കാം. ആരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ മാനിക്കാം. വടക് മാറാൻ പറഞ്ഞില്ല, വല മാറാൻ പറഞ്ഞില്ല, വെള്ളം മാറാൻ പറഞ്ഞില്ല, കടൽ മാറാൻ പറഞ്ഞില്ല. എവിടെ കരഞ്ഞോ, ഏത് പടക് നിലവിളിച്ചോ, ഏത് വല കൊണ്ട് അധ്വാനിച്ചോ, ഏത് കടലിൽ അധ്വാനിച്ചോ, അതേ സ്ഥലത്തു തന്നെ നിന്നെ നിന്ദിച്ചവൻ്റെ മുമ്പിൽ നിന്റെ പടകും സ്നേഹിതന്മാരുടെ പടകും നിറയ്ക്കുവാൻ ദൈവത്തിന് മിനിറ്റുകൾ മതിയെങ്കിൽ ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാകട്ടെ. 2-ാമത്തെ ഭാഗമാണ് യേശു ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ. ഇവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ മേൽ കൈവച്ചു. കുഷ്ഠം അവനെ വിട്ടുമാറി, അവൻ സൗഖ്യമായി. ഒരു മനുഷ്യൻ തകർക്കപ്പെടുന്നതിൻ്റെ പിമ്പിൽ ഒന്നുകിൽ പിശാചിൻ്റെ കരമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവം ചിലരെ ഗുണീകരണത്തിന് തകർക്കും. എന്തിനാ? ഇല്ലായ്മപ്പെടുത്താനല്ല, അവനെ മറ്റൊരാളാക്കി മാറ്റാൻ. ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, യിരെമ്യാവിനോട് പറയുക, നിന്നെ ഞാൻ കൊശവൻ്റെ വീട്ടിലേക്ക് വിടും. എന്തിനാ? അവിടെ കുശവൻ ഒരു ചക്രത്തിന്മേൽ വേല ചെയ്യുക. പണിയുടെ നടുവിൽ പാത്രം ഉടഞ്ഞു പോയി. അടുത്ത വാക്ക് അവൻ എഴുതിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, അവൻ അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റി. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക, കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കരത്തിലിരിക്കുന്നു. എനിക്കിഷ്ടമുള്ള ഒന്നാക്കി നിങ്ങളെ മാറ്റും. ഫലം കായ്ക്കുന്നതിനെ തമ്പുരാൻ ചെത്തും, തകർക്കാനല്ല, അധികം ഫലം കായ്ക്കാൻ. ഹല്ലേലൂയ. ചിലരുടെ ഗുണീകരണത്തിന് ദൈവം ഉടയ്ക്കാറുണ്ട്. എന്നാൽ ഒട്ടുമുക്കാലും വ്യക്തികളുടെ ജീവിതത്തെ തകർക്കുന്നത് പൈശാചിക കരമാണ്. ഞാനൊരു ശബ്ദം കേട്ടോണ്ടായി വാക്യം എടുക്കുന്നത്. വർഷങ്ങളായി നിന്റെ കുടുംബത്തിന്മേൽ കരം വെച്ച് തകർക്കുന്ന പല കരങ്ങളും ഇന്ന് എടുത്തു മാറ്റണം. ഇന്ന് ചിലർ ദൈവസ്പർശനം അനുഭവിക്കാൻ പോവുക. യേശുവ് പല രൂപത്തിലും പാപത്തിലും നിന്റെ കുടുംബത്തിനകത്ത് പിശാചി നീട്ടിയ കരം ഇന്നത്തെ ആരാധന എടുത്തു മാറ്റാൻ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും അറിവുള്ള കാര്യങ്ങളായിരിക്കും. ചില അനുഭവങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അനുഭവം ഉണ്ടേ ഓർത്തോണം, നിങ്ങളുടെ വിടുതൽ അടുത്തിരിക്കുക. എന്നെ ദൈവം ഒരു കാഴ്ച കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങളോട് പറയാം. മനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിന്മേൽ ഒരു കറുത്ത കൈ പൊങ്ങി നിൽക്കുന്നു. ആ പൂക്കളെല്ലാം വാടി, ഇലകളെല്ലാം വാടി നിൽക്കുകയാണ്. അല്പം കഴിയുമ്പോൾ ഞാൻ കണ്ടു ആ കൈ മാറിയിട്ട് ദൈവത്തിന് സ്തോത്രം, വെള്ളം പമ്പി എഴുന്നൊരു കൈ നിൽക്കുകയാ. അപ്പോൾ ആ ഗാർഡൻ ആർത്ത് കിളിക്കുകയാ. ഞാൻ ഈ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുക വിഷൻ. അത് നിന്റെ വീടിനെ കുറിച്ചാ,
അത് നിന്റെ സന്തതികളെ കുറിച്ച്. വളരെ നാളുകൾ കൊണ്ട് നീ എത്ര പ്രാർത്ഥിച്ചിട്ടും ദുഷ്ടൻ കൈയെടുത്തില്ലെങ്കിൽ ഈ 4.5 മണിക്കൂർ പിന്നിട്ട പ്രാർത്ഥനയ്ക്കകത്ത് കൊടിയ ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, നേർച്ച കാഴ്ചകൾ, വിഗ്രഹ ശക്തികൾ, ഭൂതശക്തികൾ, പൈശാചിക ശക്തികൾ എന്ന് കൈവച്ചോ ആ കൈന്ന് ഞാനൊരു ദൂത് പറയാം. വചനം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഭയങ്കര നിയോഗങ്ങൾ കർത്താവ് തരും. അനിപ്പാസ്റ്റർ ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്യുവല്ല, നമ്മളെല്ലാം കൂടെ ചെയ്യാൻ പോവാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് 4 മേഖലകളിൽ ഇന്ന് വിടുതൽ നടക്കണം. ഒന്നാമത്തെ മേഖല, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ചിലരുടെ മാനസിക മേഖലയിലാണ് ഒന്നാമത്തെ വിടുതൽ. രണ്ടാമത്തെ വിടുതൽ ചിലരുടെ ശാരീരിക മേഖലയിലാണ്. മൂന്നാമത്തെ വിടുതൽ ദൈവത്തിന് സ്തോത്രം ചിലരുടെ സാമ്പത്തിക മേഖലയിലാണ്. നാലാമത്തെ വിടുതൽ ചിലരുടെ ആത്മീക മേഖലയിലാണ്. ഈ 4 മേഖലയിലും ഇന്നൊരു ദൈവസ്പർശനം ഉണ്ടാകണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒരു മനുഷ്യന് വിജയിക്കണമെങ്കിൽ എപ്പോഴും അവൻ്റെ മാനസിക മേഖല സ്ട്രോങ് ആയിരിക്കണം. മാനസിക തലം. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. വേറൊരു ഭാഗത്തുണ്ട്, എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാടും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവവൈതന് വേണ്ടത് ഉറപ്പുള്ളൊരു മനസ്സും ഉറപ്പുള്ളൊരു ഹൃദയവുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏത് ഉറപ്പില്ലാത്തവനെയും ഉറപ്പിക്കണമെങ്കിൽ ഉറപ്പിക്കുന്നവന് ഉറപ്പുള്ളൊരു ഹൃദയം വേണം. ഈ ബൈബിളിലോട്ട് നമുക്ക് വരാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ 57 സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. എൻ്റെ മനസ്സ് ചിലർ കണ്ടില്ലേ, ഭയങ്കര ദീർഘശ്വാസം വിടുന്നു. ഞാൻ എന്തുവാ സംഭവം എന്നറിയോ? ഒന്നുമില്ല, മോന് ജോലി കിട്ടില്ല, അത്രയേ ഉള്ളൂ. ശ്വാസം മുട്ടു. എൻ്റെ ബ്രദറെ, ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും. എന്താ കാര്യം? മനസ്സങ്ങ് ഇടിഞ്ഞു. ഒരു മനുഷ്യൻ്റെ മാനസിക നില ഇടിയാൻ പാടില്ല. 1 കോടി കടവല്ല, 50 കോടി കടവുണ്ടെങ്കിലും നീ തകരത്തില്ല. മാനസിക നില ഇടിയായിരുന്നാണ്. സ്തോത്രം. എത്ര രോഗം ഉണ്ടെങ്കിലും നീ ജീവിച്ചിരിക്കും. മാനസിക നില ഇടിയരുത്. മാനസിക നില ഇടിഞ്ഞ കാര്യം നീ കമ്പിളി പൊതിച്ച് കട്ടിലേക്ക് കയറി കിടക്കും. എന്താ പറയുക? ഒന്ന് തണുക്കുക. തണുപ്പൊന്നുമല്ല, മനസ്സിടിഞ്ഞതാ. മിണ്ടുന്നില്ല. സ്തോത്രം. ഞാൻ ഈയിടെ ഒരു ദിവസം ഒരാളെ കണ്ടുമ്പോൾ പറഞ്ഞു, ഞാൻ അടിച്ചു, അച്ഛാ എന്നെ പറ്റി കാണുന്നില്ല, ഷുഗർ കൂടുതൽ. അമ്മ പറഞ്ഞു, അല്ലല്ല, മനസ്സിടിഞ്ഞിരിക്കുക, കാര്യം മോടെ ജോലി പോയതാ വിഷയം. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, 100 പ്രശ്നങ്ങളെ ഇന്നിവിടെ യോഗം നടത്തുന്നത് മുഴുവൻ നിന്റെ തടസ്സമെല്ലാം കൂടി ഇവിടുന്ന് വാരി തമിഴ്നാട്ടിൽ കൊണ്ട് ഇറക്കാൻ വേണ്ടിയൊന്നുമല്ല. സത്യം ഞാൻ പറയാം, മരിക്കുന്നിടം വരെ നിനക്ക് തടസ്സവും വെല്ലുവിളിയും ഉണ്ട്. പക്ഷെ അതിനെ ജയിക്കുന്ന ഉറപ്പുള്ള ഒരു മനസ്സ് നിന്റെ അകത്തുണ്ടാകണം. ഏത് പ്രശ്നത്തെ നീ ജയിക്കും, ഏത് രോഗത്തെ നീ ജയിക്കും. മനസ്സിടിയാൻ പാടില്ല. ഈ സദൃശ്യവാക്യം 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം പിന്നെ വായിച്ചു നോക്കിയാൽ മതി, വായിക്കണ്ട. അവിടെ വായിക്കുക, എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. എന്തുവാ? മുമ്പേ പറഞ്ഞു മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, ഇപ്പം മനസ്സ് ദൈവത്തിൽ. എന്നിട്ട് അവിടെ എഴുതി, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ശലോമോൻ പറയാ, ഒരുത്തൻ അസ്ഥി ഉണങ്ങാൻ എന്തോ ചെയ്യാൽ മതി? മനസ്സ് തകർന്നാൽ മതി. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മനസ്സ് തകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഓർക്കണം, ഈ മനുഷ്യൻ്റെ ചിന്തകളാ ഈ ഹൃദയത്തെ തകർക്കുന്നത്. ചിന്തകൾ വന്ന് ഒന്നിച്ച് ക്രോഡീകരിക്കുന്നൊരു സ്ഥലമാണ് മനുഷ്യൻ്റെ ഹൃദയവും മനസ്സും എന്ന് പറയുന്ന തലം. ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെയാണ് അവൻ്റെ അകത്ത് ധൈര്യം കിട്ടുന്നത്. ഈ ബൈബിളിൽ നമ്മൾ ചിന്തിക്കരുതെന്ന് വിലക്കുന്ന കുറച്ച് കാര്യമുണ്ട്. എന്ത് ചിന്തിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ബൈബിള് പറയുന്നത് ചിന്തിച്ചാൽ നിനക്ക് ഭയങ്കര ധൈര്യം കിട്ടും. ബൈബിള് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കരുതെന്ന് പറഞ്ഞ കാര്യം ചിന്തിച്ചാൽ നീ അറിയാതെ ബന്ധിക്കപ്പെടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം, ഈ ചിന്ത മാറിയാൽ തന്നെ ചിലർക്ക് വിടുതലാണ്. ഇപ്പം ദൈവത്തിന് സ്തോത്രം, ചിലരാണ് ഇങ്ങനെ, ഇപ്പോൾ ഒരാൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, എനിക്ക് വയറുവേദന, ടെസ്റ്റ് ചെയ്യണം, ഇപ്പം മൊത്തം പേർക്ക് ക്യാൻസറാ. കാര്യം പുള്ളിയുടെ ചിന്ത അങ്ങനെ ചിലർ പറയും വയറുവേദന, ഓ അതൊന്നും സാരമില്ലടാ, ഗ്യാസായിരിക്കും. അത് ആ വ്യക്തിയുടെ ചിന്തയാ. ഒരാൾ എന്ന് പറഞ്ഞാൽ, അച്ഛാ ഭയങ്കര കടം ആണോ? പേപ്പറിനകത്ത് ഈ കടത്തിൽ ഈ വർഷം എത്ര പേര് ആത്മഹത്യ ചെയ്തെന്നറിയാമോ? എനിക്കെന്തോ ഉണ്ട്, ആദ്യം ഇന്ന് പൊട്ടണം.
നിനക്കൊന്നുമില്ല. ഓ, യേശുവിൻ്റെ നാമത്തില് ഇന്നും നിന്റെ മാനസിക തലത്തെ ഇടിക്കുന്ന ആ ദുഷ്ടന്റെ കറുത്ത കൈകൾ വിടുതൽ വ്യാപരിക്കണം. നിന്റെ മാനസിക നിലയെ പരിശുദ്ധാത്മാവ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പോവുക. 850 കള്ളപ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ച് ഒറ്റ തീ ഇറങ്ങിയിട്ട് 850 കള്ളപ്രവാചകന്മാർക്ക് അന്ത്യം കുറിച്ചു ഏലിയാവ്. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ആളിൻ്റെ വലിപ്പമല്ല ഇവിടെ വിഷയം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ധൈര്യം.